പ്രശാന്ത് സാർ, നമുക്കറിയാം വയനാട് DCC ട്രഷറർ ആയിരുന്ന NM വിജയന്റെ ഒരു ആത്മഹത്യ. വിജയൻ കടബാധ്യത മൂലമാണ് വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്. ആ ഒരു കടബാധ്യതയ്ക്ക് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ബാങ്ക് ഭരണം പിടിച്ചെടുക്കാൻ നിയമന വാഗ്ദാനം നൽകി 32 ലക്ഷം രൂപ പലരിൽ നിന്ന് വാങ്ങി. നിയമനങ്ങൾ റദ്ദാക്കിയതോടെ പണം തിരിച്ചു നൽകാൻ വേണ്ടി ലോൺ എടുത്തു. ആ ലോണ് പെരുകി പെരുകി ഒരു 65 ലക്ഷത്തിന്റെ ബാധ്യതയിലെത്തി. ഈ ബാധ്യത തീർക്കാൻ പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നില്ല. 65 ലക്ഷം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കടബാധ്യതയായി മാറുന്നു. അങ്ങനെയാണ് ശാരീരിക അസ്വസ്ഥ്യമുള്ള കിടപ്പിലായ മകന് കൂടി വിഷം നൽകി അദ്ദേഹം NM വിജയൻ, ജിജേഷ് എന്ന് പറയുന്ന മകന് വിഷം നൽകി NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതിനു ശേഷം കണ്ടെത്തിയ ആത്മഹത്യാ കുറിപ്പിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അന്ന് അവിടെ എത്തിയ കോൺഗ്രസ് നേതാക്കൾ, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ഞങ്ങൾ കുടുംബത്തിനൊപ്പമുണ്ട്, കുടുംബത്തിന്റെ ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കും എന്നൊക്കെ ഉറക്കെ പരസ്യമായി വലിയ വായിൽ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. ശേഷം അവർക്ക് ഇപ്പോഴും അക്കാര്യത്തിൽ നീതി കിട്ടിയില്ല. അച്ഛന്റെ ഭാഗത്ത് നിന്നുണ്ടായ ആ 65 ലക്ഷത്തിന്റെ ബാധ്യത മറ്റൊരു മകനും മരുമകളും കൂടെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അവർക്ക് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധിയെ ഒന്ന് കാണാൻ വേണ്ടി റോഡരികിൽ അവർ കാത്തിരുന്നിട്ടും ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്നുള്ളൊരു പരാതിയും വിമർശനങ്ങളും ഒക്കെയാണ് ഉയരുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിനകത്തുള്ള ഒരാളുടെ പ്രശ്നം തീർക്കാൻ പാർട്ടിക്ക് സാധിക്കുന്നില്ല. അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ശേഷം നേതാക്കളോ പാർട്ടിയോ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ. ഇപ്പോഴും 65 ലക്ഷത്തിന്റെ ബാധ്യത ആ കുടുംബത്തിന്റെ തലയിന്മേൽ നിൽക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം കോൺഗ്രസ് അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഇത്തരം ഒരു നിസ്സംഗത മനോഭാവം പ്രകടിപ്പിക്കുന്നത്? പ്രിയങ്ക ഗാന്ധി നിസ്സംഗത മനോഭാവം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ആ പാർട്ടിയുടെ സ്വഭാവം അതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രിയങ്ക ഗാന്ധി എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ മാധ്യമങ്ങളും അല്ലെങ്കിൽ നീതുവും അല്ലെങ്കിൽ മറ്റ് ആൾക്കാരൊക്കെ വലിയ വലിപ്പത്തിൽ കാണുന്ന മദർ തെരേസയുടെ കൊച്ചുമോളൊന്നും അല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയുടെ അമ്മച്ചിയ ഹെറാൾഡ് കേസിൽ അവരുടെ ആങ്ങളെയും കൂടെ 5000 കോടി രൂപയ്ക്ക് കുറ്റപത്രം കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവാണ് ഇന്ത്യയിലുടനീളമുള്ള ഈ പറയുന്ന ഒരു NC വിജയൻ എന്ന് പറയുന്ന ആളുടെ കൂട്ടുള്ള ധാരാളം ആൾക്കാരെ അല്ലെങ്കിൽ കൃഷിക്കാരെയും അല്ലെങ്കിൽ സാധാരണക്കാരനെയൊക്കെ അവന്റെ വസ്തു പറ്റിച്ചെടുത്ത് കോടികൾ ഉണ്ടാക്കിയിട്ട് ഈ ലണ്ടനിൽ ഉൾപ്പെടെ സൗദം ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ട് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അവർക്കൊന്നും മനസാക്ഷി എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല. വെള്ള ഉടുപ്പൊക്കെ ഇട്ട് അല്ലെങ്കിൽ മാലാഖയുടെ കൂട്ട് വന്ന് ഇറങ്ങിയിരിക്കുന്ന ഒരു ഈ പിശാചൊക്കെയാണെന്ന് വിളിക്കേണ്ടി വരും നമ്മുടെ നാടൻ ആൾക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അവർക്ക് പേര് വിജയൻ എന്നാണല്ലോ. ആ വിജയൻ എന്ന് പറയുന്ന ട്രഷറർ, വയനാട്ടിലെ ട്രഷറർ, അയാൾ ഒരുപക്ഷെ സത്യം തന്നെ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും. അതുകൊണ്ടാണല്ലോ അയാൾ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ വാക്ക് കേട്ട് ഒരു അർബൻ ബാങ്ക് പിടിക്കുന്നതിന് വേണ്ടി അവിടെ നിയമനം കൊടുക്കാമെന്നും നിയമനത്തിന് വേണ്ടി കാശ് മേടിച്ച് നേതാക്കന്മാരുടെ കൈ കൊടുക്കുകയും ആ കാശും കൊണ്ട് അവർ പോവുകയും നേതാക്കന്മാർ ഈ നിയമനം നടത്തി കൊടുക്കാതിരിക്കുകയും കാശ് നേതാക്കന്മാർക്ക് കൊടുത്തതുകൊണ്ട് അതിന് വേണ്ട വാക്കാണ് വലുത്, അല്ലെങ്കിൽ അതിന് വേണ്ട രേഖകൾ ശേഖരിക്കാൻ കഴിയാതെ വരികയും ഈ പറയുന്നത് പോലെ എവിടെ ചെന്ന് പറഞ്ഞിട്ടും ഈ പറയുന്ന പൈസ പണവും തിരിച്ചു കിട്ടാതെ വന്നപ്പോൾ സ്വന്തം പുരയിടം അല്ലെങ്കിൽ പാർപ്പിടം ഒക്കെ പണയം വെച്ച് ആ പൈസ മേടിച്ചവന് തിരിച്ചു കൊടുക്കുകയും അത് കടബാധ്യത വന്നപ്പോൾ ആരോടും പറഞ്ഞിട്ട് കേൾക്കാതെ അയാളുടെ പണം തട്ടിയെടുത്ത IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ പേരിൽ ആരോപണം, അവരുടെ പേരിൽ ആരോപണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ നേതാക്കന്മാരുടെ പേരിൽ പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കണ്ട് സ്വന്തം കുഞ്ഞിന് വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഒരു വൃദ്ധനെയാണ് ഒരു DCC പ്രസിഡന്റ് എന്ന് പറയുന്ന ആളെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ അതിനുശേഷം ഇത് വലിയ വാർത്തയാകുന്നു, ഇത് വെളിയിൽ വരുന്നു, കോൺഗ്രസിന് വലിയ ക്ഷീണം തട്ടുന്നു, ഒരു MLA ഭാഗത്ത് കേസാകുന്നു, അല്ലെങ്കിൽ ആത്മഹത്യയുടെ ഭാഗമായിട്ട് അയാൾ നിൽക്കുന്നു എന്നൊക്കെ വന്നപ്പോൾ അതിനകത്തുനിന്ന് പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ KPC പ്രസിഡന്റ് എന്ന് പറഞ്ഞതാ ഞങ്ങളെല്ലാം ഏറ്റു. ഈ എത്ര ഉണ്ട് അന്ന് ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പലിശയും എല്ലാം കൂടെ കൂട്ടിയാണ്ട് 2 കോടി രൂപയ്ക്കകത്ത് വരുന്ന ഇന്നലെ അദ്ദേഹത്തിന്റെ മകളാണെന്ന് തോന്നുന്നു, അതോ മരുമകളാണെന്ന് തോന്നുന്നത്. അവര് മരിച്ചു പോയത് കൊണ്ട് ഇപ്പം ഈ കടവും മരുമകൾ കടവും ബാധ്യതയെല്ലാം അവരുടെ പേരിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഭർത്താവിന്റെ പേരിലേക്ക് വരുന്നു. അതിനകത്ത് ഇനിയും ഞങ്ങൾക്ക് തന്ന വാക്ക് അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ അനുഭവിക്കേണ്ട സ്വത്ത് അത് പണയപ്പെടുത്തി കോൺഗ്രസ്സുകാരൻ എന്നുള്ള രീതിയിൽ അച്ഛൻ ചെയ്തതാണ്, കോൺഗ്രസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അച്ഛന്റെ മരണ കാരണം കോൺഗ്രസ് ആണെന്ന് ഇരിക്കെ പോലും ഞങ്ങൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ വെളിയിൽ വിടാതെ ഇരുന്നു. നിങ്ങൾ പറഞ്ഞത് കേട്ടു, അത് കോൺഗ്രസിനോടുള്ള സ്നേഹമാണ്. എൻ്റെ അച്ഛൻ ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടും ആ പ്രസ്ഥാനത്തെ സ്നേഹിച്ചതുപോലെ ഞങ്ങളെ ചതിച്ചെങ്കിലും വീണ്ടും അതിനകത്ത് കുറച്ച് നന്മയുള്ളവരുണ്ട്. അവർ എന്ന് പറയുമ്പോൾ ആ പ്രസ്ഥാനത്തെ മോശമാക്കണ്ട എന്ന് കണ്ടാണ് ഇതുവരെ ഒന്നും പറയാതിരുന്നത്. ഇനിയും ഞങ്ങൾ പറയും.
ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അതായത് അവർ ഇന്നലെ പറഞ്ഞ ഒരു വാചകം എന്ന് പറഞ്ഞാൽ പരാതി പറയാൻ ചെല്ലുമ്പോൾ എന്റെ അച്ഛനെ കൊന്നവർ, അതിന് കാരണക്കാരായിട്ടുള്ളവരെല്ലാം വെള്ളയും ഒക്കെ ഇട്ട് നാട്ടുകാരുടെ ഇടയിൽ വളരെ ചിരിച്ച മുഖവുമായിട്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ വസ്തുവും വകയും എല്ലാം പോയാലും അല്ലെങ്കിൽ അതെല്ലാം വിറ്റിട്ടാലും ഞങ്ങൾ കടം വീട്ടും. എന്നിട്ട് ഞങ്ങളും ഞങ്ങളുടെ അച്ഛൻ ചെയ്ത അതേ പാതയിലേക്ക് പോകും എന്ന് മാധ്യമങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ടാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. വയനാട്ടിൽ നിന്നുള്ള DCC പ്രസിഡന്റ്, സാധാരണക്കാരൻ പോട്ട് കോൺഗ്രസ്, അവർ പ്രസിഡന്റ് മകൾക്കാണ് സംഭവിച്ചിരിക്കുന്നത്, കുടുംബത്തെയാണ് സംഭവിച്ചിരിക്കുന്നത്. അച്ഛനും മകനും ആത്മഹത്യ ചെയ്യുന്നു. വീണ്ടും ആ കുടുംബത്തെ തഴയുന്നത് കൊണ്ട് ആ കുടുംബത്തിലെ ബാക്കിയുള്ളവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. വലിയ നേതാവാണല്ലോ പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി ഈ പറയുന്നത് പോലെ അവർക്ക് നിവൃത്തിയില്ലാത്തപ്പോൾ, അവർക്ക് MP ആയിട്ട് കച്ചവടം നടത്തേണ്ടി വന്നപ്പോൾ വയനാട്ടിലല്ലേ വന്നത്? ഇവരെല്ലാം കൂടെ സഹായിച്ചത്. അന്ന് നമ്മൾ പല ടോക്കുകളും പറഞ്ഞു, ഇവരെന്തിന് വയനാട്ടിൽ വന്നു? സാധാരണക്കാരനും കൃഷിക്കാരനും ആദിവാസികളും ഒക്കെയുള്ള ഏറ്റവും കൂടുതൽ, ഒരു പക്ഷേ ഇപ്പം വിദ്യാഭ്യാസം കുറവുള്ള ജില്ലയെന്ന് പരിശോധിക്കുമ്പോൾ ഉള്ള ജില്ലയാണ്. ആ പറയുന്ന ആൾക്കാരുള്ള ജില്ലയിൽ MP ആണ് ഇവര്. ഇവരെ നേരാൻ വണ്ണം ഒരാൾക്ക് കാണാൻ പറ്റുമോ? നമ്മുടെ പ്രദേശത്തുള്ള MP MLA ഒക്കെ നമുക്ക് നേരിട്ട് നിന്ന് കാണാം, അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. ഇവരെ കാണാൻ പറ്റുമോ? ഇവരുടെ സുരക്ഷിതത്വം ബാധിച്ച് ഇവരെ കാണാൻ പറ്റുമോ? അല്ല, വലിപ്പത്തിലുള്ള നേതാവായതുകൊണ്ട് അതുപോലെ വലിപ്പത്തിലുള്ളവരുടെ ഇവരുടെ അടുത്ത് ചെല്ലാൻ പറ്റത്തുള്ളൂ. അതാ ഇതുപോലെ ഒരു DCC പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ളവരുടെ കുടുംബത്തിന് അവരുടെ വീട്ടിൽ ചെന്ന് പറയുന്ന വാഗ്ദാനം നീണ്ടുപോകുന്നത് എന്താണ്? ഞങ്ങൾക്ക് കടം വീട്ടേണ്ടതായിട്ടുണ്ടെന്നുള്ള കാര്യം വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഈ പ്രിയങ്ക ഗാന്ധി അടുത്ത് ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥ കോൺഗ്രസ്സുകാരിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് കുടുംബത്തിനും ഉണ്ടാകുമ്പോൾ സാധാരണക്കാരന്റെ അവസ്ഥ എന്തുവാ? ഇവരുടെ എങ്ങനെ പരാതി പറയുന്നത്? നീതു, ഇംഗ്ലീഷിൽ പറയാൻ പറ്റുമോ ആദിവാസിക്ക്? മലയാളത്തിൽ പറയാൻ പറ്റുമോ? അവനറിയാവുന്ന ഭാഷ ഇവർക്കറിയാമോ? അതായത് ഇവർക്ക് വേണ്ടി മാത്രം ഭൂരിപക്ഷം കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ വോട്ട് ചെയ്താൽ പാവത്തങ്ങൾ ഇന്നാക്ക് വോട്ട് ചെയ്താൽ പ്രയോജനമൊന്നും കൂടാതെ മുതലാളിമാർ പറയുന്നതനുസരിച്ച് കേൾക്കുന്ന രീതിയിലൊക്കെ ദാസന്മാരായിട്ടുള്ള വളരെ കൂടുതൽ വോട്ട് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നിടത്ത്, അല്ലെങ്കിൽ മതമൗലികവാദികളുടെ പേർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം എന്ത് കണ്ടുവന്ന് നിൽക്കുകയും ആൾക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് മാറുകയും അവർ ജനപ്രതിനിധി ആവുന്നത് കൊണ്ട് വീണ്ടും നാട് കൊള്ളയടിക്കുന്നതിനും നാളെ കാലത്തെ കോൺഗ്രസ് അധികാരത്തിൽ വന്ന് അതിന്റെ ഭാഗമായിട്ട് നിന്ന് നാടിന് കൊള്ളയടിക്കാൻ സ്വന്തം ഭർത്താവിന് കൂടുതൽ സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു MP അല്ലാതെ ഇവരെന്തിനാണുള്ളത്? ഇവരെല്ലാം തീർക്കണ്ടേ? ഒരു 2 കോടി രൂപ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അവിടുത്തെ ഒരു DCC ആയിട്ട് നടക്കുന്ന കാര്യമാണല്ലോ. നിങ്ങൾക്കറിയാമോ? മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. അല്ലെങ്കിൽ മറ്റു പാർട്ടിക്കകത്ത് ഇതുപോലെ ഒരാൾക്കൊരു ക്ഷീണം വന്നാൽ ആ പാർട്ടി ഇറങ്ങി കൊടുക്കും, ആ പാർട്ടി ഇറങ്ങി പിരിക്കും. ആ കുടുംബത്തിന്റെ പോരായ്മ, ഒരുപക്ഷെ ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ കുടുംബം എന്നുവരെ ഉണ്ടോ അന്നുവരെയുള്ള ആ കുടുംബത്തിന് സുഭിക്ഷമായിട്ട് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കും. അവരുടെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിനെ വീണ്ടും നയിക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി അവർക്ക് ജോലി കൊടുക്കും. ആ രീതിയിലൊക്കെ ബാക്കിയുള്ള ഇതൊക്കെ കണ്ടുപഠിക്കണം കോൺഗ്രസ്. അപ്പം കോൺഗ്രസ് കണ്ടുപിടിച്ചില്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഒരു കാണാൻ വരുമ്പോൾ അവർക്ക് കാണാനുള്ള സൗകര്യമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും ഒരു ഇമെയിൽ കൊടുത്താൽ അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്ന ഭരണ സംവിധാനമുള്ള ഇന്ത്യയിലാണ് ഒരു പ്രിയങ്ക ഗാന്ധി വന്നാൽ കാണാൻ പറ്റാത്ത അവസ്ഥ, അവരെ മറച്ചു പിടിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഇന്നലെ അവർ മാധ്യമങ്ങളടുത്ത് പറഞ്ഞു, എനിക്ക് അവരെ കാണാൻ പറ്റിയിട്ടില്ല, ഞാൻ തിരിച്ചു പോകുന്നു, റോഡിൽ നിൽക്കുകയാണ്, ഞാൻ തിരിച്ചു പോകുന്നു, ഇനിയും ഉണ്ടാവത്തില്ല, ഞങ്ങൾ കടം വീട്ടിയിട്ട് ഞങ്ങൾക്ക് നിവർത്തിയില്ലാതെ എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെയും കൂട്ടി വിഷം കൊടുത്ത് ഞാൻ വീണ്ടും ആത്മഹത്യ ചെയ്യും. അതായത് വീണ്ടും ഒരു ആത്മഹത്യ. ആത്മഹത്യ ചെയ്താൽ അവർക്ക് എന്തുവാ? ഈ ആത്മഹത്യ ഇവർക്ക് പ്രശ്നമാകുമെന്ന് കണ്ട് 2026 ഇലക്ഷനെ ബാധിക്കുമെന്നൊക്കെ കണ്ട് അത് വലിയ വാർത്തയാകുമെന്ന് കണ്ട് മാത്രം വന്നൊന്ന് ആശ്വസിപ്പിച്ചിട്ട് പോയതാ. ആശ്വസിപ്പിച്ചതല്ലാതെ ഒരു പ്രയോജനവും ഉണ്ടാകുന്ന ഒരു അവസ്ഥയില്ല. നമ്മൾക്ക് പറയാനുള്ളത് ഈ പ്രിയങ്ക ഗാന്ധിയോട്, നിങ്ങളെ അവിടെ നിന്ന് ജയിപ്പിച്ചതല്ലേ, നിങ്ങളുടെ ഒരു വോട്ടറല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ആൾക്കാരല്ലേ, നിങ്ങളുടെ പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്നതല്ലേ, ആ കുടുംബത്തിന് സഹായം നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അത് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി ഒന്ന് തയ്യാറാവുക. കാരണം നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതുവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മോഷ്ടിക്കാൻ വളരെ കൃത്യമായിട്ട് വടക്കേ ഇന്ത്യയിലെങ്ങും സാധ്യത ഇല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ജയിക്കാൻ ഒരു ജനപ്രതിയായിട്ട് ജയിക്കാൻ സാധ്യതയില്ലാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ജയിക്കാൻ ഒരു അവസരം തന്നതാണ്. അത് ആ അവസരം ഉണ്ടാക്കി തരുന്നവർ ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണ്. അതിന്റെ ഭാഗമായിട്ട് അവിടെ അത്തരത്തിൽ കോൺഗ്രസ്സുകാരെ ഉണ്ടാക്കുന്നതിന് വലിയ പണിയെടുത്ത് സ്വന്തം പുരയിടവും സ്വന്തം മകനും വിഷം കൊടുത്ത് അല്ലെങ്കിൽ തനിക്ക് തന്നെ വിഷം തിന്ന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇനിയുള്ളവരെയെങ്കിലും ആ ആത്മഹത്യയിലേക്ക് തള്ളിവിടാതെ, ഇനിയും ആത്മഹത്യ ഉണ്ടാവാതെ അവരെയെങ്കിലും രക്ഷിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർക്കെങ്കിലും
ഒരു പ്രയോജനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നാണ് മാത്രമേ പറയാനുള്ളൂ. നാളെ കാലത്തെ ഈ പറഞ്ഞ സ്ത്രീയും അവരുടെ കുഞ്ഞുങ്ങളും വിഷമടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതിരിക്കാൻ ബഹുമാനപ്പെട്ട KPCCയും അല്ലെങ്കിൽ അവിടെ ചെന്ന KPCC പ്രസിഡന്റും ഈ MP യും അല്ലെങ്കിൽ ദേശീയ നേതാവും ഒക്കെ വിചാരിച്ചാൽ നന്നാകും. അതായിരിക്കും നല്ലത് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോഴും തികഞ്ഞ നെറികേടാണ് ഈ NM വിജയൻ എന്ന് പറയുന്ന വയനാട് DCCയുടെ മുൻ ട്രഷററോട് ഇവരൊക്കെ കാണിച്ചിട്ടുള്ളത്. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ KPCC അധ്യക്ഷൻ പറഞ്ഞൊരു കാര്യം പ്രശാന്ത് സാർ, ഇതിൽ ആത്മഹത്യാ കുറിപ്പിൽ വേണ്ടവരുടെയും വേണ്ടാത്തവരുടെയും ഒക്കെ പേര് വിജയൻ എഴുതി ചേർത്തിട്ടുണ്ട്. ഇതിൽ എല്ലാവരും കുറ്റക്കാരൊന്നുമല്ല. ഇതിൽ ഈ സംഗതി അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് യാതൊരു ഊഹമോ പിടിയോ ഒന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്, നിരപരാധികളുണ്ട് എന്നൊക്കെയാണ്. സ്വന്തം മകന് വിഷം കൊടുത്ത് മരിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു അച്ഛന്റെ മാനസികാവസ്ഥ എന്താണെന്ന് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. മനുഷ്യനായി ജീവിക്കുന്ന ഒരാൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അച്ഛൻ എന്തായാലും ഞാൻ മരിക്കാൻ പോകുന്നു, എന്നാൽ മറ്റവനും കൂടെ ഇതിന്റെ മേലൊരു കുറ്റം ചാർത്തപ്പെടട്ടെ എന്ന് കരുതി ഇല്ലാത്ത ഒരാളുടെ പേര് എഴുതി ചേർക്കുമെന്ന് ഒരാൾക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഈ NM വിജയന് മേൽ കോൺഗ്രസ് പാർട്ടി ചുമത്തിക്കൊണ്ടേയിരിക്കുന്നത്. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതിലെ ഒരു പ്രധാന കാര്യം അതാണ്. നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഒരു ഇമെയിൽ അയച്ചാൽ ആ പ്രശ്നത്തിൽ ആ വിഷയത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു രാജ്യത്താണ് കോൺഗ്രസിന്റെ ഒരു MP-ക്ക് ഒരു വിഷയത്തിൽ ഇടപെടാൻ സാധിക്കാതെ പോകുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് തന്റെ കുടുംബത്തിന് തന്റെ പാർട്ടിക്ക് വേണ്ടി പ്രയത്നിച്ച ഒരു മനുഷ്യനെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടില്ല. അവർക്കുള്ള ഒരു കടബാധ്യതയിൽ ഒരു നീക്കുപോക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. റോഡരികിൽ കാത്തുനിന്ന് അച്ഛന് ലഭിക്കാതെ പോയ നീതി ലഭിക്കുമെന്ന് കരുതിയ മകനും മരുമകളും ഒക്കെ മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. ഇപ്പോഴും ലക്ഷങ്ങളുടെ കോടികളുടെ ബാധ്യത NM വിജയൻ മരിച്ചതിനു ശേഷവും ആ കുടുംബത്തിന്റെ തലയ്ക്ക് മുകളിൽ തന്നെയാണ്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.